അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും ടു ജന്നയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ താരീഖ് എന്ന വിഷയത്തിൽ കഴിഞ്ഞ പാദവാർഷിക പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം. താഴെ 6ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ മൂന്നാമത്തെ ഭാഗത്ത് നിന്നും എടുത്തെഴുതുക. ഒന്നാമത്തെ ചോദ്യം ഹന്തക്ക്. ഈ ഹന്തക്കിനോട് യോജിച്ചത് ഏതാണ്? ഗോത്രക്കാർ എന്നുള്ളതാണോ, അല്ലെങ്കിൽ പർവ്വതം എന്നുള്ളതാണോ, അല്ലെങ്കിൽ സ്വഫർ മാസം എന്നുള്ളതാണോ, അല്ലെങ്കിൽ അഹ്സാബ് എന്നാണോ, അല്ലെങ്കിൽ സമാധാനം സ്ഥാപിക്കൽ എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഷവ്വാൽ മാസം എന്നുള്ളതാണോ? ഏതാണ്? ഹന്തക്ക് എന്നുള്ളതിനോട് യോജിച്ചത് അഹ്സാബ് എന്നുള്ളതാണ്. അപ്പം അഹ്സാബ് എന്നവിടെ എടുത്തെഴുതി കൊടുക്കുക. രണ്ടാമത്തത് ഉഹദ് യുദ്ധം ഉണ്ടായത്. ഉഹദ് യുദ്ധം ഉണ്ടായത് എപ്പോഴാണ്? ഷവ്വാൽ മാസം. അപ്പോൾ അവിടെ ഷവ്വാൽ മാസം എന്നെടുത്തെഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് അത്തുഫാൻ. അപ്പോൾ അത്തുഫാൻ എന്നുള്ളത് എന്താണ്? ഒരു ഗോത്രക്കാരാണ്. അപ്പോൾ അവിടെ ഗോത്രക്കാർ എന്നെഴുതുക. നാലാമത്തത് ജബലു റുമാത്ത്. അപ്പോൾ ജബലു റുമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പർവ്വതമാണ്. അപ്പോൾ അവിടെ പർവ്വതം എന്നെഴുതി കൊടുക്കുക. അഞ്ചാമത്തത് പ്രതിരോധങ്ങൾ അനുവാദം ലഭിച്ചു. പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചു എപ്പോഴാണ്? സഫർ മാസം. സഫർ മാസമാണ് പ്രതിരോധത്തിനുള്ള അനുവാദം ലഭിച്ചത്. അപ്പോൾ സഫർ മാസം എന്നവിടെ എടുത്തെഴുതി കൊടുക്കുക. ആറാമത്തത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്തായിരുന്നു? സമാധാനം സ്ഥാപിക്കുക. അപ്പോൾ സമാധാനം സ്ഥാപിക്കുക എന്ന് അവിടെ എടുത്തെഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രവർത്തനമായിട്ട് വരുന്നത്. അവിടെ 6ഓളം ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. അപ്പോൾ അനിവാര്യമാക്കിയത് എന്നുള്ളതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത്. അബൂജഹലിനെ പോലുള്ള ശത്രു പ്രമുഖരുടെ നിലപാടാണ് യുദ്ധം അനിവാര്യമാക്കിയത്. ഇനി മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു. അപ്പോൾ അവിടെ ഹംസ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തെ ഒരു ചോദ്യമാണ് സ്വഹാബികളിൽ നിന്ന് ബദറിൽ 14 പേർ. സ്വഹാബികളിൽ നിന്ന് ബദറിൽ 14 പേർ ഡേഷ്. അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ്? ഷഹീദായി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഷഹീദായി എന്നുള്ളത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് അക്രമമല്ല, ആത്മരക്ഷയാണ് ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശ്യം. അപ്പോൾ അവിടെ ഉദ്ദേശം എന്നാണ് എഴുതി കൊടുക്കാനുള്ളത്. ഇനി അവസാനത്തെ ഒരു ചോദ്യമാണ് 6. ഉഹദിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് പോയ 300 പേർ മടങ്ങി. അവർ ഡേഷ്. അപ്പോൾ അവർ ആരായിരുന്നു? മുനാഫിക്കുകളായിരുന്നു. അപ്പോൾ അവിടെ മുനാഫിക്കുകളായിരുന്നു എന്ന് എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനമാണ് ഉത്തരം എഴുതാം. അപ്പം അവിടെ 5ഓളം ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പം ഒന്നാമത്തത് നോക്കാം. എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോഴാണ്? എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത് എപ്പോഴാണ്? ഉത്തരം ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ്. ശത്രുക്കളുടെ ക്രൂരതകൾ സഹിക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയത്. രണ്ടാമത്തത് സരിയ എന്ന് പറയുന്നത് എന്തിനാണ്? സരിയ എന്ന് പറയുന്നത് എന്തിനാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിക്കാത്ത യുദ്ധങ്ങൾക്കാണ് സരിയ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മൂന്നാമത്തത് മദീനയിലെ ജൂതഗോത്രങ്ങൾ ഏതെല്ലാം? ഏതാണ് മദീനയിലെ ജൂതഗോത്രങ്ങൾ? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. അപ്പോൾ ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ അതാണ് മദീനയിലെ ജൂത ഗോത്രങ്ങൾ. ഇനി നാലാമത്തത് ബദറിൽ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ അണിനിരന്ന ഖുറൈശി യോദ്ധാക്കൾ എത്ര പേരുണ്ടായിരുന്നു? ബദറിൽ മുസ്ലിങ്ങളോട് ഏറ്റുമുട്ടാൻ
അണിനിരന്ന ഖുറൈശി യോദ്ധാക്കൾ എത്ര പേരുണ്ടായിരുന്നു? ഉത്തരം ആയിരത്തോളം യോദ്ധാക്കളാണ് അണിനിരന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ബദറിൽ സംബന്ധിച്ച സ്വഹാബികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? എന്തായിരുന്നു പറഞ്ഞത്? ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. ബദറിൽ സംബന്ധിച്ച സ്വഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം, നാലാമത്തെ പ്രവർത്തനം എണ്ണം എഴുതാം എന്നുള്ളതാണ്. അവിടെ 3 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഓരോന്നിനും എണ്ണം എഴുതുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ബദറിൽ മുസ്ലിം പക്ഷത്തെ കുതിരകൾ എത്രയായിരുന്നു? ഉത്തരം 3 കുതിരകളായിരുന്നു ബദറിൽ മുസ്ലിം പക്ഷത്തുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖന്തഖിൽ കിടങ്ങ് കീറിയ സ്വഹാബികളുടെ എണ്ണം എത്രയായിരുന്നു? 3000 പേരുണ്ടായിരുന്നു. അപ്പോൾ 3000 പേരായിരുന്നു ഖന്തഖിൽ കിടങ്ങ് കീറിയ സ്വഹാബികൾ. ഇനി മൂന്നാമത്തത്, ഉഹുദിൽ ശത്രുപക്ഷത്തെ കുതിരകൾ. അപ്പോൾ ഉഹുദിൽ ശത്രുപക്ഷത്തെ കുതിരകൾ എത്രയായിരുന്നു? 200 കുതിരകളായിരുന്നു. 200 കുതിരകളായിരുന്നു ശത്രുപക്ഷത്തുണ്ടായിരുന്നത് ഉഹുദ് യുദ്ധത്തിൽ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അവിടെ 2 ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഡാഷ് മുറിവേൽപ്പിക്കുകയും ഡാഷ് പൊട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും, അഥവാ തലക്ക് ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. അത് ഉഹുദ് യുദ്ധത്തിലായിരുന്നു. അപ്പോൾ അവിടെ ആ ഒരു രൂപത്തിൽ എഴുതി കൊടുക്കുക. ഇനി അവസാനത്തെ പൂരിപ്പിക്കുക എന്നുള്ളതിലെ അവസാനത്തെ ഒരു ചോദ്യമാണ്, വിശപ്പ് കാരണം ഡാഷ് കല്ല് ഡാഷ് സ്വഹാബികൾ കിടങ്ങ് കീറിയിരുന്നത്. അപ്പോൾ അവിടെ ആദ്യത്തേത് വയറ്റത്ത് എന്നുള്ളതും രണ്ടാമത്തത് വെച്ചു കെട്ടിക്കൊണ്ടായിരുന്നു എന്നുമാണ് എഴുതി കൊടുക്കാനുള്ളത്. അപ്പോൾ അത് പൂരിപ്പിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും? മുഴുവനായിട്ട് എഴുതി കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണ് വരിക? വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സ്വഹാബികൾ കിടങ്ങ് കീറിയത് എന്ന് വരും. അപ്പോൾ ഒന്നാമത്തേത് ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ്സിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. രണ്ടാമത്തേത് വിശപ്പ് കാരണം വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു സ്വഹാബികൾ കിടങ്ങ് കീറിയിരുന്നത് എന്നും വരും. ദുആവസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.